നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് സ്വാഗതം. മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിസ്സാരമായി കരുതുന്ന പലതിനും പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാ തുറന്നു പാടുക. നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, വാ തുറന്നു പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ വാ തുറന്നു പാടാൻ പറയുമ്പോൾ ഉടനെ എന്താ ചെയ്യുന്നത്? സാ ഫുള്ള് എയർ അങ്ങ് ഭയങ്കരമായിട്ട് വോയിസ് അങ്ങ് പുഷ് ചെയ്യും. അത് തെറ്റാണ്. ഏതാണ് ഇവിടെ തെറ്റ്? വാ തുറന്നതാണോ അതോ വോയിസ് പുഷ് ചെയ്തതാണോ? വാ തുറക്കുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മൗത്ത് പൊസിഷനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സാ എന്ന് പാടണമെങ്കിൽ അല്ലെങ്കിൽ പറയണമെങ്കിൽ അത് എൻഡ് സൗണ്ട് ഏതാണ്, എൻഡ് വവൽ സൗണ്ട് ഏതാണ്, സ്വരാക്ഷരം നമ്മൾ പറയില്ലേ, അപ്പം ഏതാണ് ആ ശബ്ദം, അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ സാ 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 നോ സ സ സ എന്ന് പാടുമ്പോഴായിരിക്കും വാ തുറന്ന് പാടുമെന്ന് പറയുന്നത്. അപ്പം സാ ഒരു കാരണവശാലും ചെയ്യരുത്. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ വോക്കൽ കോഡിനെ അടിക്കുന്നതിന് തുല്യമാണ്. അനാവശ്യമായിട്ട് എയർ പുഷ് ചെയ്യുന്നത് നമ്മളുടെ ശബ്ദത്തിനെ അതിൻ്റെ ഭംഗി കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ വോക്കൽ കോഡ് വേഗം ഡാമേജ് ആവാനും ഒക്കെ സാധ്യത കൂടുതലുള്ള കാര്യമാണ്. സ്വരസാധകം ചെയ്യുമ്പോഴാണേലും സാ രേ ഗ മ പ ധ നീ അകാരത്തിൽ എൻഡ് ചെയ്യുന്ന ശബ്ദങ്ങളെല്ലാം ആ എന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഇ എ ഓ ഉ ഇങ്ങനെ ഓരോ വവൽ സൗണ്ട് അനുസരിച്ച് മാത്രം നമ്മുടെ മൗത്ത് പൊസിഷനിങ് കൃത്യമാണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളുടെ അക്ഷരത്തിന് ശുദ്ധത, വ്യക്തത കുറവ് ഫീൽ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നില്ല. ടെക്നിക്കലി നമ്മൾ അടിപൊളിയല്ലേ, സൂപ്പറാണ്, നമ്മൾ സംഗതികളൊക്കെ മണി പോലെ വരുന്നുണ്ട് തൊണ്ടയിൽ, പക്ഷെ ഒരു പൂർണ്ണത കുറവ് ഫീൽ ചെയ്യാം നമ്മുടെ സിംഗിങ്ങിൽ. ആ ഫീൽ ചെയ്യുന്നത് ഈ രീതിയിൽ, കൃത്യമായ രീതിയിൽ മൗത്ത് പൊസിഷൻ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നത് കൊണ്ടാവാം. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാവർക്കും ഒരു ബെസ്റ്റ് ടോണുണ്ട് നമ്മുടെ ശബ്ദത്തിന്. ഇതൊക്കെ നമുക്ക് മിസ്സാവും, ഇതൊക്കെ ഭംഗിയില്ലാതായിപ്പോവും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ സിംഗിങ്ങിൽ ഈ ഇങ്ങനെയുള്ള ചെറിയ അറിയാതെ നമ്മൾ സംഭവിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്ത് പാടാൻ ശ്രമിക്കും. നമ്മളുടെ സിംഗിങ് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവും.